ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ബാംഗ്ലൂർ വ്ളോഗ്സ്. അപ്പോൾ ഇന്നത്തെ ഒരു വ്ളോഗ് എന്ന് പറഞ്ഞാൽ ഒരു റെയിനി ഫ്ലോപ്പ് ഷോപ്പിംഗ് ഡേ ആണ് കേട്ടോ. അപ്പോൾ ഈവനിങ് ആയതുകൊണ്ട് തന്നെ ഞങ്ങൾ വിചാരിച്ചു ഒന്ന് കൊമേഴ്ഷ്യൽ സ്ട്രീറ്റ് വരെ പോയിട്ട് വരാമെന്ന്. ഇവിടുന്ന് ഒരു മെട്രോയിലാണെങ്കിൽ 2 സ്റ്റോപ്സ് മാത്രമേ ഉള്ളൂ കൊമേഴ്ഷ്യൽ സ്ട്രീറ്റിലേക്ക്. സോ അപ്പോൾ ഞാനും അച്ഛനും അമ്മയും ചേട്ടനും കൂടെ റൂമിൽ നിന്ന് ഇറങ്ങി മെട്രോയിലേക്ക് നടക്കുവാണ്. പോകുന്ന വഴിയിലാണെങ്കിൽ വിനായക ചതുർത്ഥിയുടെ ആഘോഷങ്ങൾ ഒരുപാട് നടക്കുന്നുണ്ടായിരുന്നു. അടിപൊളി ഫ്ലോട്ടും കാര്യങ്ങളായിട്ടൊക്കെ അടിപൊളിയായിരുന്നു. പിന്നെ ഞങ്ങൾ വിചാരിച്ചു ഒരു ചായ കുടിക്കാൻ. അങ്ങനെ ഞങ്ങൾ ഇന്ന് കയറി ഒരു സ്പെഷ്യൽ ചായ കുടിക്കാൻ വേണ്ടിയിട്ടാണ് ജാഗ്രീറ്റിയിൽ. അപ്പോൾ എന്താണ് ഈ ജാഗ്രി സംഭവം അറിയില്ല. അപ്പോൾ അവിടെ നോക്കിയപ്പോഴത്തേക്കും അവരതിൻ്റെ ബെനിഫിറ്റ്സും കാര്യങ്ങളൊക്കെ എഴുതിയിട്ടുണ്ട്. അടിപൊളി എന്നൊക്കെയാണ് പറയുന്നത്. ഞങ്ങൾ എന്തായാലും 2 കോഫി 2 ചായ ഓർഡർ ചെയ്തു. ഞാൻ കോഫിയാണ് കേട്ടോ കുടിച്ചത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഒരു വെറൈറ്റി, അത്ര ഷുഗറും ഇല്ല, എന്നാൽ അത്യാവശ്യം കൊള്ളാം. അപ്പോൾ ഞങ്ങൾക്ക് അറിയില്ല എങ്ങനെയാണിത് മേക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചു എങ്ങനെയാണിത് മേക്ക് ചെയ്യുന്നത്, എന്തിട്ടാണ് മേക്ക് ചെയ്യുന്നത്. എങ്ങനെയാണ് ഉണ്ടാക്കുന്നതൊക്കെ. പിന്നെ അത്യാവശ്യം റേറ്റ് ഉണ്ട്. ഒരു 35 ഒക്കെയാണ് ഒരു ടീക്കും കോഫിക്കും ഒക്കെ വരുന്നത്. ഇവിടെ അത്യാവശ്യം നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അത്യാവശ്യം ഹെൽത്തി എന്നാണ് പറയുന്നത്. അങ്ങനെയൊക്കെയാണ് അവിടെ എഴുതിയിരുന്നത്. പിന്നെ ഞങ്ങൾ നേരെ അവിടെ നിന്ന് മെട്രോയിലേക്ക് നടന്നു. മെട്രോയിലെത്തി. അപ്പം ചെറിയ മഴയുടെ കോളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെട്രോയിലെത്തി. മെട്രോയിലകത്ത് കയറുന്ന വീഡിയോസൊന്നും ഞാൻ എടുത്തില്ല കേട്ടോ. അവിടെ ഫോട്ടോഗ്രാഫിയൊക്കെ എടുക്കാൻ പറ്റില്ല എന്നാണ് പറയുന്നത്. ബട്ട് കുറച്ച് പേരൊക്കെ എടുക്കുന്നുണ്ടായിരുന്നു. പിന്നെ ഞാൻ കൂടുതലങ്ങ് എടുക്കാനൊന്നും പോയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ചേട്ടൻ പുതിയ ഫോൺ കവറൊക്കെ മേടിച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ കാണിച്ച് ഞങ്ങളിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നത്. പക്ഷെ നല്ല രസമുള്ളൊരു ഫോൺ കവറായിരുന്നു. അങ്ങനെ ഞങ്ങൾ മെട്രോയിൽ ചെന്ന് ട്രിനിറ്റി സ്റ്റോപ്പിൽ ഇറങ്ങിയായിരുന്നു കേട്ടോ. അപ്പോൾ അവിടെ ചെന്നപ്പോഴത്തേക്കും എവിടെ നിന്നില്ലാത്തൊരു മഴ. അങ്ങനെ ഞങ്ങൾ വിചാരിച്ചു എന്തായാലും ഷോപ്പിംഗ് ഫ്ലോപ്പായി. അപ്പോൾ നേരെ പോയി ഫുഡ് അടിക്കാമെന്ന് വെച്ചാൽ കേരള പവലിൽ പോയിട്ട് ഫുഡൊക്കെ അടിച്ച് ഡിന്നറൊക്കെ കഴിച്ച് തിരിച്ച് റൂമിലേക്ക് പോയി. കാരണം എന്തായാലും ഷോപ്പിംഗ് നടന്നില്ല, ഫുഡെങ്കിലും നടക്കട്ടെ എന്ന് കഴിഞ്ഞാൽ അതെങ്കിലും നടന്നു. അപ്പോൾ ഇനി അടുത്തൊരു ബാംഗ്ലൂർ വിശേഷങ്ങളിൽ കാണാം. സോ അപ്പോൾ ഇത്രയേ ഉള്ളൂ. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണ്, പ്ലീസ് ഡു സബ്സ്ക്രൈബ്. സോ ബൈ.